everyone, welcome to Solo Diaries. It's me Geedu. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അത് നല്ല ചോക്ലേറ്റ് കേക്ക് വിത്തിൻ 3 മിനിറ്റ്സ്. അപ്പോൾ ഉണ്ടാക്കിയാലോ? ആദ്യം വേണ്ടത് ഫ്ലോറാ. ഓൾ പർപ്പസ് ഫ്ലോർ ആണ് യൂസ് ചെയ്തത്. അതും 5 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഷുഗർ ആഡ് ചെയ്തു 3 ടേബിൾ സ്പൂൺ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഗ്രാനുലേറ്റഡ് വൺ ആയിരുന്നു. സോ അതാണ് ഞാൻ യൂസ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്യാം. പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്താലും കേക്ക് നല്ല രീതിയിൽ തന്നെ ആകും. ദെൻ കൊക്കോ പൗഡർ നമ്മൾ യൂസ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ആണ്. എൻ്റെ സ്പൂൺ എന്ന് വെച്ചാൽ ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ ഒരു സ്പൂൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നിടണമെങ്കിൽ തന്നെ എനിക്കത് ഡബിളായിട്ട് ഇടേണ്ട വന്നു, കാരണം സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ ആയതുകൊണ്ട്. ദെൻ ബേക്കിംഗ് സോഡ നമ്മൾ അത് ആഡ് ചെയ്തത് ഒരു പിഞ്ചാണ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആഡ് ചെയ്തേക്കുന്നതാണ് ബേക്കിംഗ് പൗഡർ. അത് നമ്മൾ ഹാഫ് ടീസ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചേക്കുന്നത് അൽദി, അസ്ന എന്നീ ഷോപ്പിൽ നിന്നൊക്കെയാണ്. ഇവിടുത്തെ UK-യിലേക്കും എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പുകളാണ് ഇത്. ദെൻ സോൾട്ട് ആഡ് ചെയ്യാം, അതൊരു പിഞ്ച് മതി. ഇതെല്ലാം കൂടെ ഇനി മിക്സ് ആകാൻ വേണ്ടി നമ്മൾ മിൽക്കാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇടേണ്ടത്. നമ്മൾ അത് എടുത്തേക്കുന്നത് 6 ടേബിൾ സ്പൂൺ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹോൾ മിൽക്കാണ്. എനിക്ക് ഹോൾ മിൽക്കിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതാണ്. ദെൻ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ആണ്, 2 ടേബിൾ സ്പൂൺ. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വാനില എസൻസ്, നമുക്കത് ഹാഫ് ടീസ്പൂൺ ഇടാം. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവം ആകുന്നിടം വരെ മിക്സ് ആക്കുക. ഇതേ കണ്ടില്ലേ, അപ്പോൾ ഒരു പേസ്റ്റ് പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മൈക്രോ ഓവനിലോട്ട് വെക്കുക. നമ്മൾ വെക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു 2.5 മിനിറ്റ് ആണ്. 2.5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ 2.5 മിനിറ്റ് ഫിനിഷായി. സോ നമ്മൾ കേക്ക് എടുത്തു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ കേക്കിൻ്റെ പേര് ചോക്ലേറ്റ് കേക്ക് എന്നാണല്ലോ, അപ്പം നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് കൂടി ഇടാം. ആദ്യം ഇതിടാഞ്ഞത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ഓവർ മെൽറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു വിത്തിൻ 30 സെക്കൻഡ്സ് ഇതെടുക്കാം. സോ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ദേ ഇവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി തന്നെ. നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു കേക്ക് കഴിക്കണമെന്ന് ക്രേവിങ്സ് ഒക്കെ വരുവാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എന്തായാലും നല്ല രുചി ഉണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.